നിയമസഭാ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രാഥമിക പരിശോധന തുടരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും വിവിപാറ്റ് മെഷീനുകളുടെയും പ്രാഥമിക പരിശോധന ജനുവരി 3 രാവിലെ 9 മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ EVM വിവിപാറ്റ് വെയർഹൌസിൽ നടക്കും. പൊതു തെരഞ്ഞെടുപ്പിനായി ജില്ലയിൽ ആവശ്യമായ EVM വിവിപാറ്റ് മെഷീനുകളുടെ പ്രാഥമിക പരിശോധനയ്ക്കായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്പനിയുടെ 13 അംഗീകൃത എഞ്ചിനീയർമാർ ജില്ലയിലെത്തും. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് പരിശോധന നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ഓരോ തെരഞ്ഞെടുപ്പിനു മുമ്പായി നടത്തേണ്ട ഈ പ്രാഥമിക പരിശോധന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്പനിയുടെ അംഗീകൃത എഞ്ചിനീയർമാരാണ് നടത്തുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രാഥമിക പരിശോധന സംബന്ധിച്ച വിശദമായ നടപടികൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർ പ്രാഥമിക പരിശോധന നിരീക്ഷിക്കും. ജില്ലയിലെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും ജനുവരി 3 മുതൽ പരിശോധനാ പ്രവർത്തനം അവസാനിക്കുന്നതുവരെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ EVM വിവിപാറ്റ് വെയർഹൌസിലെത്തി പ്രാഥമിക പരിശോധന നിരീക്ഷിക്കാം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.